ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. സോഷ്യൽ മീഡിയയെയും മലയാളി മനസ്സിനെയും ഒരുപോലെ ഉലച്ച ഒന്നായിരുന്നു വ്ളോഗർ റിഫ മെഹനുവിൻ്റെ വേർപാട്. റിഫയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും പലതരത്തിലുള്ള വിവാദങ്ങളും ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. അതിൽ ഏറ്റവും ഒടുവിലായി വന്നിട്ടുള്ള ഒന്നാണ് റിഫയുടെ സുഹൃത്തോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ കാര്യങ്ങൾ പങ്കുവെച്ചതോ ആയ റൂഹി ജാൻ നടത്തിയ ചില വെളിപ്പെടുത്തലുകൾ. റൂഹി ജാൻ പറഞ്ഞ കാര്യങ്ങളിൽ എത്രത്തോളം ശരിയുണ്ട്? എന്താണ് ഇതിന് പിന്നിലെ യാഥാർത്ഥ്യം? വീഡിയോ മുഴുവനായി കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ആദ്യം തന്നെ റൂഹി ജാൻ എന്തൊക്കെയാണ് പ്രധാനമായും റിഫയെക്കുറിച്ചും റിഫയുടെ ഭർത്താവ് മെഹനാസിനെക്കുറിച്ചും അല്ലെങ്കിൽ ആ സാഹചര്യത്തെക്കുറിച്ചും പറഞ്ഞത് എന്ന് നമുക്കൊന്ന് വിശദമായി നോക്കാം. 1. റിഫയുടെ മരണത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങളിൽ ഭർത്താവ് മെഹനാസിനുള്ള പങ്ക് അല്ലെങ്കിൽ അവരുടെ കുടുംബജീവിതത്തിലെ അസ്വാരസ്യങ്ങൾ. റിഫ മാനസികമായി നേരിടുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ചും ദുബായിലെ ജീവിതത്തെക്കുറിച്ചും ഉള്ള ചില പരാമർശങ്ങൾ. 3. മരണത്തിന് ശേഷം ചിലരുടെ പെരുമാറ്റങ്ങളും സോഷ്യൽ മീഡിയ പ്രതികരണങ്ങളെയും കുറിച്ചുള്ള കടുത്ത വിമർശനങ്ങൾ. ഇനി നമുക്ക് പ്രധാന ചോദ്യത്തിലേക്ക് വരാം. റൂഹി ജാൻ പറഞ്ഞതിൽ എത്രത്തോളം ശരിയുണ്ട്? സോഷ്യൽ മീഡിയയിൽ റൂഹി പറഞ്ഞ ചില കാര്യങ്ങളും ഒരു സുഹൃത്ത് എന്ന നിലയിലോ അല്ലെങ്കിൽ കാര്യങ്ങൾ നിരീക്ഷിച്ച ഒരു വ്യക്തി എന്ന നിലയിലോ ഉള്ള വൈകാരികമായ പ്രതികരണങ്ങളാണ്. ഇതിൽ റിഫ അനുഭവിക്കുന്ന ചില മാനസിക വിഷമങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഒരു പരിധിവരെ ശരിയായിരിക്കാം. കാരണം റിഫയുടെ കുടുംബവും സമാനമായ ആരോപണങ്ങൾ മെഹനാസിനെതിരെ ഉന്നയിച്ചിരുന്നു. റൂഹി ജാൻ പറയുന്ന കാര്യങ്ങൾക്ക് നിയമപരമായി എത്രത്തോളം തെളിവുകളുടെ പിൻബലമുണ്ട് എന്നത് പ്രധാനമാണ്. റിഫയുടെ മരണത്തിൽ ദുബായ് പോലീസും പിന്നീട് കേരള പോലീസും അന്വേഷണം നടത്തിയിട്ടുള്ളതാണ്. മെഹനാസിനെതിരെ കേസെടുക്കുകയും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് നീങ്ങുകയും ചെയ്തിരുന്നു. അതിനാൽ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന റൂഹിയുടെ വിവാദങ്ങൾ അന്വേഷണവുമായി ബന്ധിപ്പിച്ച് നോക്കുമ്പോൾ ചില സത്യാവസ്ഥകൾ കാണാൻ കഴിയും. എന്നാൽ റൂഹി പറഞ്ഞ എല്ലാ കാര്യങ്ങളും 100% വിശ്വസിക്കാൻ കഴിയില്ല എന്ന് വാദിക്കുന്നവരും ഉണ്ട്. ചില കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൂടുതൽ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയോ അല്ലെങ്കിൽ വ്യക്തിപരമായ മുൻകോപങ്ങൾ കൊണ്ടോ ഉള്ളതാണെന്ന രീതിയിലും വിമർശനങ്ങൾ വരുന്നുണ്ട്. കൃത്യമായ ഡിജിറ്റൽ തെളിവുകളോ നിയമപരമായ രേഖകളോ ഇല്ലാത്ത ചില കാര്യങ്ങളും വെറും ആരോപണങ്ങൾ മാത്രമായി അവശേഷിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ റിഫ മെഹനുവിൻ്റെ കേസിൽ റൂഹി ജാൻ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായും തെറ്റാണെന്ന് തള്ളിക്കളയാൻ പറ്റാത്ത ചില വശങ്ങളുമുണ്ട്. പ്രത്യേകിച്ച് റിഫ നേരിട്ട മാനസിക സമ്മർദ്ദത്തെക്കുറിച്ചും മുൻപും പലരും പറഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ നിയമത്തിന് മുമ്പിൽ തെളിയിക്കപ്പെടാത്ത വ്യക്തിപരമായ ആരോപണങ്ങളെ നമ്മൾ അതേപടി വിഴുങ്ങേണ്ടതുമില്ല. പോലീസ് അന്വേഷണത്തിനും കോടതി നടപടികളിലൂടെയും മാത്രമാണ് ഇതിന് പൂർണ്ണമായ സത്യാവസ്ഥ പുറത്തുവരൂ. നല്ല ഒരു വ്ളോഗറായിരുന്ന റിഫയുടെ മരണം വലിയൊരു നഷ്ടം തന്നെയാണ്. സോഷ്യൽ മീഡിയയിലെ ഇത്തരം ചർച്ചകൾക്കപ്പുറം ആ കുടുംബത്തിന് നീതി കിട്ടുക എന്നതാണ് പ്രധാനം. റൂഹി ജാൻ്റെ ഈ വെളിപ്പെടുത്തലുകളെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് ചിന്തിക്കുന്നത്? റൂഹി പറഞ്ഞത് ശരിയാണോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ ദയവായി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള കൂടുതൽ ഇൻഫർമേറ്റീവായ വീഡിയോകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.